അതായത് ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ചോയ്സ് ആണ്. ഒരു സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. ഒരു നെറ്റിന്റെ ബോൾട്ട് പോലും അത് കമ്പനി നല്ലാതെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം സർവീസ്. 5,50,000 രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊണ്ടുപോകാം. ഈ വാഹനം നമുക്ക് 3,25,000 രൂപ എന്നുള്ള റേറ്റ്. വണ്ടി 3,25,000 3,20,000 കസ്റ്റമർ കൊടുക്കാം. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ. ഡസ്റ്റർ 2019 രജിസ്റ്റർ 18 മോഡൽ 19 രജിസ്റ്റർ RX S 12 മാസം ലാസ്റ്റ് വണ്ടി. ഇത് റിയാണോ അതോ കേരള പക്കാ കേരള വണ്ടി. നല്ല വൃത്തിയുണ്ട്. W8 ആട്ടോ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 13 ലക്ഷം രൂപ ലോൺ ചെയ്യാം നമുക്ക്. 10,90,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 10,90,000 ജീപ്പ് സിംഗിൾ ഓണർ കേരള വണ്ടി ഫാൻസി നമ്പർ വാഹനം. ഞാൻ എന്തായാലും കുറെ നാളുകളായിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ഡീസൽ വണ്ടികൾ, അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പെട്രോളിനൊക്കെ നല്ല വില കൂടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ് ഡീസൽ വണ്ടികൾ. അതായത് നല്ല ക്വാളിറ്റിയുള്ള കംപ്ലൈന്റ് ഒക്കെ കുറഞ്ഞ നല്ല അടിപൊളി കുറച്ച് ഡീസൽ വണ്ടികൾ, മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടികൾ ഉണ്ടോ കുറേ നാളായി തപ്പി നടക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾ കൊണ്ട് വരണം എന്ന് ആഗ്രഹിച്ച ഒരു ഷോറൂമിൽ ഇപ്പോൾ എന്തായാലും ഇത്രയും ഡീസൽ വണ്ടികൾ ഇതായി കിടക്കുന്നുണ്ട്. നമ്മുടെ RB മോട്ടോഴ്സിലാണ് കേട്ടോ. RB മോട്ടോഴ്സിൽ ഷമീർ ബ്രോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. റോഡ് മാസ്റ്ററിലേക്കും സ്വാഗതം. തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറേ കാര്യമായിട്ട് പറഞ്ഞാൽ കേട്ടോ, ഒരു 5-6 മാസം കൊണ്ട് ഒന്ന് വരണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. എല്ലാ മാസം എന്തെങ്കിലും പരിപാടിയായിട്ട് പോകും. ഒന്നും നടന്നിട്ടില്ല. പിന്നെ ആളും തിരക്കുള്ള ആളാണ്, അതുകൊണ്ടല്ലേ. ഏറ്റവും വില കുറച്ച് സ്പെഷ്യൽ ഓഫറിൽ എന്തൊക്കെയാണ് ഓഫർ പറഞ്ഞത്? ഇന്നിപ്പോ പെരുന്നാൾ സംബന്ധിച്ച് ഒരു 10-15 ദിവസം കൊണ്ട് നമുക്ക് പെരുന്നാൾ വരാൻ പോകും. അപ്പൊ അനുബന്ധിച്ച് ഒരുപാട് പ്രവാസികൾ ഈ ഒരു സമയത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു സ്പെഷ്യൽ ഓഫർ. അതുകൂടാതെ ഈ വാഹനങ്ങളിലെല്ലാം മൊത്തം നമ്മളടുത്ത് ഒരു 10-50 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിലെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ. അതായത് നമ്മളിപ്പോ എന്തായാലും കുറെ കാലം കൂടി ഒരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറെ കാലം കൂടി ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒന്ന് പറയാം കേട്ടോ. തീർച്ചയായും എല്ലാ വാഹനത്തിനും റേറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നല്ല വണ്ടികൾ, ഇതേപോലെ ഡീസൽ വണ്ടികൾ വേറെ ഞാൻ ചോദിട്ടെ, ഡീസൽ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാം നല്ല കണ്ടീഷൻ അല്ലേ? വെൽ മെയിൻറ്റൈൻഡ് ഷോറൂം സർവീസുള്ള ഫുൾ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇതിൽ 50 വണ്ടിയിൽ ആകെ 2 വണ്ടികളെ റീവണ്ടി ഉള്ളൂ. അത് നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വാഹനങ്ങളാണ്, അല്ലാതെ ഒരിക്കലും പർച്ചേസ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് എല്ലാ വാഹനത്തിലും ഒരു 95 മുതൽ 100% വരെ ഫുള്ള് ലോൺ ചെയ്യുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫുൾ സർട്ടിഫൈഡ് വണ്ടികളാണ്. വേറെ അപാകതകൾ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ള വാഹനങ്ങൾ. ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ മായ്ക്കുന്നില്ല. കറക്റ്റ് അതിന്റെ പ്രോപ്പർ ഹിസ്റ്ററി, അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് മാത്രം വാഹനം എടുത്താൽ മതി. അതിന്റെ ഈ വെഹിക്കിൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സർവീസ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ഹിസ്റ്ററി, RTO ഹിസ്റ്ററി ഒക്കെ കിട്ടും. എല്ലാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് വന്നായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നും മൂടി വെക്കുന്നില്ല. കറക്റ്റ് ആയിട്ട്. അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല, കുറെ വണ്ടി കാണിക്കാണ്ട് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്തോ, അതുപോലെ മാക്സിമം ഷെയർ ചെയ്തോ. ഇതുപോലെ നല്ല വണ്ടി നോക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, ഇത് തന്നെ. ആദ്യം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ ലൊക്കേഷൻ ചിലപ്പോൾ തിരിയുണ്ടാവില്ല. സോറി, അത് ഞാൻ എപ്പോഴും മറക്കും, എല്ലാ വീഡിയോയിലും മറക്കും. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂര്, നിലമ്പൂരിൽ നിന്ന് 10 കിലോമീറ്റർ, പെരിന്തൽമണ്ണ 20 കിലോമീറ്റർ, മഞ്ചേരിന്ന് 20 കിലോമീറ്റർ. ഏത് ഭാഗത്തു നിന്നാണ് വരികയാണെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ വരെ നമുക്ക് രാജറാണി എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ വരും 200 രൂപക്ക് നമുക്ക് ഇവിടെ വണ്ടൂർ ഇറങ്ങാൻ പറ്റും. അത് വാണിയമ്പലത്ത് ട്രെയിൻ ഉണ്ട്, ഇറങ്ങാൻ പറ്റും. വണ്ടൂര് പെരിന്തൽമണ്ണ റോട്ടിൽ 1 കിലോമീറ്റർ മാറി റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ടി ചാരിയുള്ള വ്യാപാരി ഭവൻ റോഡ്. വീട്ടിൽ തന്നെയാണ് പരിപാടികൾ. ഒരു 10-50 വണ്ടികളുള്ള ചെറിയൊരു ഷെഡ്, അത്രേ ഉള്ളൂ. അത് ചെറിയ രീതിയിലുള്ള നമുക്കൊരു വണ്ടികൾ മാത്രം. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ ലൊക്കേഷൻ ഒക്കെ പറയുമ്പോൾ പലർക്കും അത് ഐഡിയ കിട്ടിക്കോണമെന്നില്ല, അറിയാത്തവരാണ്. കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കയറി ചെക്ക് ചെയ്താൽ ഞാൻ കൂടുതൽ അങ്ങനെ വെക്കാറ്. എന്നാലും പറയുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത, എല്ലാ കാര്യം പറഞ്ഞതും എഴുതി വെക്കുന്നതും വ്യത്യാസം. നമുക്ക് ഈ i20 തുടങ്ങാം അല്ലേ? അതെ, i20 ഉണ്ട്. വെർണ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ. ആദ്യം ഓട്ടോമാറ്റിക് വണ്ടിയിലായിക്കോട്ടെ, പിന്നെ കൂടി തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഷമീർ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വണ്ടി തന്നെ കുറച്ച് കൂടിയ നല്ല കിഡിലൻ ഒരു സാധനം അല്ലേ? 1.6 ഡീസൽ, 1.6 ഡീസൽ, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വെർണയുടെ ലാസ്റ്റ് ഷേപ്പിന്റെ ഏറ്റവും ബാക്കിലുള്ള. അതെ, ഏറ്റവും ടോപ്പ് പുതിയ ഷേപ്പ് ഇപ്പൊ വന്ന് 24, അതിന്റെ തൊട്ട് ബാക്കിലുള്ള 2017 മോഡല്. 17 ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. ഒറിജിനൽ കേരള നീ ഞാൻ പറയുന്നില്ല, എല്ലാ വണ്ടികളും ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, A to Z ഷോറൂം സർവീസ്. വെർണയില് 1.6 ഡീസൽ XX ആണ് വണ്ടി. ഇതില് ട്രാൻസ്മിഷൻ വരിക
AT ആണ്. അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് അറിയില്ല, ലാഗിങ് അറിയില്ല, ബാക്കിലോട്ട് ഇറങ്ങില്ല. ഫുൾ ഓപ്ഷൻ വരുന്ന നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, DRL, റണ്ണിംഗ് ലൈറ്റ്, ഡയലൈറ്റ്, ഡയമണ്ട് കട്ട് വീല്, എയർ ബാഗ്, ABS കാര്യം ഒക്കെ ഉണ്ടാവും. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 26/9/2017 17 17 മോഡൽ വരണയാണ്. 86,000 അല്ലേ? 8,60,000 രൂപ റേറ്റ്. ഡീസലില് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പർ ഷോറൂം സർവീസ്, ഒരു റീപ്ലേസ് ഇല്ല. ഈ റീപ്ലേസ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറയാം. ഓക്കെ, പിന്നെ ടയർ ഭാഗങ്ങൾ പുതിയ ഓൾമോസ്റ്റ് എല്ലാം അടിപൊളി ടയറാണ്. 8,60,000 ചോദിക്കുന്ന റേറ്റ് സ്പെഷ്യൽ റേറ്റ് അത് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് നമുക്ക് കൊടുക്കാം. ഈ വണ്ടിക്ക് നമുക്ക് 8,30,000 രൂപക്ക് കൊടുക്കാം. ഫുള്ളി ലോൺ ചെയ്ത്, ഒരു രൂപ വേണ്ട. ഈ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വാഹനം. ഒരു ആവറേജ് ഒരു 17 കിലോമീറ്റർ ഡീസൽ മൈലേജ് കിട്ടും. 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ് 80 വരിക. അതായത് ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ചോയ്സ് ആണ്. നല്ല രസമായിട്ട് ഓടിക്കാനും പറ്റും. പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. 8,30,000 രൂപ, 1 രൂപ കൈ കൊണ്ടുവരേണ്ട. പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രം ഫുൾ ലോൺ കിട്ടും. ഇനി ഇതാണെങ്കിലോ ഒരു ക്രോസ് ഓവർ മോഡൽ വരുന്ന i20 ആക്റ്റീവിൽ XX ഓപ്ഷൻ വരുന്ന വാഹനം. ഓപ്ഷൻ 6 എയർ ബാഗ് വരും. 6 എയർ ബാഗ്, DRL, റണ്ണിംഗ് ലൈറ്റ്, ഡയലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. ഡയമണ്ട് കട്ട് വീലും വരും. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഒരു റീപ്ലേസും വാഹനത്തിലില്ല. മേജർ ആയിട്ടുള്ള ബമ്പറുകൾ റീപ്ലേസ് നമ്മൾ കണക്ക് കൂട്ടില്ല. അല്ല, ഞാൻ എപ്പോഴും റീപ്ലേസിന്റെ കാര്യം വലിയ പ്രശ്നമായിട്ട് അപ്രോൺ ഭാഗത്തേക്ക് പനിക്ക് വരുമ്പോഴാണ് മേജർ റീപ്ലേസ് ആകുന്നത്. അത് നമ്മൾ വണ്ടി എടുക്കുകയില്ല. അതായത് ഇപ്പൊ ജസ്റ്റ് ഒരു ബമ്പർ മാറിയാലും ബോണ്ട് മാറിയാലും ഇപ്പൊ മെയിൻ ഗ്ലാസ് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു കല്ലൊക്കെ അടിച്ച് മാറിയാലും ഒരുപാട് ആളുകൾ വണ്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. സ്ട്രക്ചറൽ ഡാമേജ് വരും. അതാണ് മെയിൻ ആയിട്ട്. എഞ്ചിൻ കേസ്, അതല്ലെങ്കിൽ ചേസസ് നമ്പർ, ചേസസ്, അത് അല്ലെങ്കിൽ അപ്രോൺ, ആ ഭാഗത്തോട്ട് പരിക്കുമെന്നല്ല നമുക്ക് വാഹനം ഉപയോഗിക്കുമ്പോൾ ടയർ തേയ്മാനം കാര്യങ്ങളൊക്കെ. ഇത് വന്നിട്ട് നമ്മള് 18 മോഡലാണ്. 1 lakh ആയി. ഡീസൽ ആയതുകൊണ്ട് ഏകദേശം ആ ഇത് ഒരു സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തില്ല. ഒരു നെറ്റിന്റെ ബോൾട്ട് പോലും അത് കമ്പനി നല്ലാതെ റീപ്ലേസ് ചെയ്തില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ ഉണ്ട്. എന്താ ഇത് നമുക്ക് 7,20,000 രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ്. കുറച്ച് നമുക്ക് 6,90 വണ്ടി കൊടുക്കാം. 6,90 7,20,000 രൂപയിൽ ലോൺ ചെയ്യാം. ഒരു 30,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകും. ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് ലോൺ അടക്കേണ്ടി വരും. കാരണം നമ്മൾ എടുക്കുന്ന പൈസ വീണ്ടും നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 7,20 ചോദിച്ചു, പക്ഷെ 6,90 റേറ്റ് കൊടുക്കും. അതിലും കുറയും. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ, വണ്ടി കണ്ട് ഓക്കെ, ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ അവർക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കും. അതും കൂടാതെ പ്രവാസികളായ ആളുകൾക്ക് നമുക്ക് ഓരോ വണ്ടിയിലും ഈ പെരുന്നാൾ അനുബന്ധിച്ച് വന്ന് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഓരോ വണ്ടിയിലും സ്പെഷ്യൽ 10,000 രൂപ ഡിസ്കൗണ്ട് വരും. പിന്നെ ഒരു 10,000 രൂപ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ, കാരണം ഇത് കൂടുതൽ കാണും, നമ്മൾ യൂട്യൂബ് കൂടുതലും ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഗൾഫിൽ നിന്ന് അവര് ഫോർവേഡ് ചെയ്തിട്ടാണ് ഒരുപാട് കസ്റ്റമർ നമുക്ക് വരുന്നത്. പക്ഷെ എന്ന് വെച്ച് ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അവരും ഒരുപാടധികം, പിന്നെ അവർ എല്ലാവരും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവര് കൂടുതൽ ഫോർവേഡ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ കച്ചവടം കൂടുതൽ വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഗൾഫിൽ നിന്ന് ആള് പറഞ്ഞയച്ചിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രവാസികൾക്ക് പ്രത്യേക ഒരു ഡിസ്കൗണ്ട്. എല്ലാ വണ്ടിയിലും 10,000 രൂപ നോക്കിക്കോളൂ. ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടിയിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് ഓരോന്നും പറഞ്ഞു തരാം. അതെ. ഇനി ഇത് ഡീസലാ? ഇത് ഡീസൽ 2017. ഓക്കെ, ഇനി ഇത് ഡീസലാണോ ഞാൻ ചോദിക്കുന്നില്ല. എല്ലാ വണ്ടിയിലും ഡീസലാണ്. അതെ. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്ന എല്ലാം ഡീസൽ. അതെ. ഒരു എപ്പിസോഡ് ഇവിടുന്ന് വേറെ വരും കേട്ടോ, ഞാൻ പിന്നെ പറയാം. മിക്സഡ് ആയിട്ടുള്ള. അതെ. ഇത് 2017 നിലവിൽ 88,000 കിലോമീറ്റർ ഡീസൽ. ഇറാ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഡുവൽ എയർ ബാഗ് ചെയ്തിട്ടില്ല. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, 11 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ ഉണ്ട്. നല്ല പ്ലാറ്റിന്റെ വീലും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. നമുക്ക് ഒരു റീപ്ലേസും ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഡീസലിൽ 20 കിലോമീറ്ററിന്റെ അകത്ത് 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഈ വാഹനം നമുക്ക് 5.25 ലക്ഷം രൂപ നമ്മൾ ഇട്ടേക്കുന്ന റേറ്റ് 88 ജെനുവിൻ കിലോമീറ്റർ, ഹിസ്റ്ററിംഗ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വണ്ടി നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കും. 2017 ഡീസലില് ലോ കിലോമീറ്റർ. എറയാണ്. 2 ഡോർ പവർ വിൻഡോ കുറവ് ഒഴിച്ചാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ഇല്ലല്ലോ. ഒരു റീപ്ലേസ് ഇല്ല. ഗ്ലാസ്, ഡോറ്, ബോണ്ട് ഒന്നും മാറിയില്ല. ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് ഒരു 80% ടയർ ഉണ്ട്. 5 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ് ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. 5 ലക്ഷം രൂപ IDV ആകുമ്പോൾ 4.5 ലക്ഷം
വരെ ലോൺ ചെയ്യാം. ഒരു 1 lakhന്റെ താഴെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. നല്ല പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം വരെയൊക്കെ കിട്ടിയേക്കാം. 5 ലക്ഷം വരെ കിട്ടും. പക്ഷെ നമ്മൾ ഉറപ്പ് പറയുന്നില്ല, കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേറെ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. 5,50,000 രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊണ്ടുപോകാം. അടുത്ത ഡീസൽ സ്വിഫ്റ്റ് 2012 12-ാം മാസം വണ്ടി. 11-ലാണ് ന്യൂ മോഡൽ വരുന്നത്. 12-12-ാം മാസം വണ്ടി. നിലവിൽ 1,24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഒന്നും വാഹനങ്ങളിലില്ല. 12 വണ്ടിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാസോ ഡോറോ ബോണ്ടോ ഉണ്ടാവും. ഇതൊന്നും മാറിയിട്ടില്ല, ഒന്നും മാറിയില്ല. ബോണ്ടോ കാര്യങ്ങളൊന്നും മാറില്ല. ഇതിൽ നമുക്ക് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് എടുത്ത് പോകാം. ചെക്ക് ചെയ്തിട്ടൊക്കെ വന്നാൽ മതി. അതുപോലെ തന്നെ വണ്ടിന്റെ ടയർ ഭാഗങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശമില്ലാത്ത ടയർ ഉണ്ട്. അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. എക്സ്ട്രാ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുത്തൻ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. തീർന്ന ഇൻഷുറൻസുകളാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നത് തേർഡ് പാർട്ടി എടുത്തു കൊടുക്കാം. തേർഡ് പാർട്ടി അല്ല, ഫുൾ കവറേജ് ഇൻഷുറൻസ് 23 കമ്പനികൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വാഹനങ്ങളിലെല്ലാം നമ്മൾ ഇൻഷുറൻസിൽ ക്ലെയിം ഹിസ്റ്ററി വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി ഇറങ്ങിയത് മുതൽ ക്ലെയിം ഹിസ്റ്ററി ഉണ്ടോ എന്ന് വരെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ വണ്ടികൾ എടുക്കുന്നത്. അത് ഈ വാഹനം നമുക്ക് 3,25,000 രൂപ നമ്മുടെ റേറ്റ്. 3,15 ഫൈനൽ കൊടുക്കാൻ പറ്റും. 3,15 പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 3,15 ഈ വാഹനം ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് 3,15 അത് എന്തായാലും കൊള്ളാട്ടോ. കാരണം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ 12 ആണെന്ന് ആരും പറയില്ല. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു റീപ്ലേസ് വണ്ടിയിലില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുന്നല്ലാതെ റീപ്ലേസ് കാണിക്കാൻ അതിനുള്ള ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഒരു വണ്ടിയിൽ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഡിസ്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ എന്തായാലും 3,15,000 രൂപ ഫുൾ ലോൺ കയറുമോ? 2.5 ലക്ഷം ലോണും ചെയ്യാം. ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് നിങ്ങൾ നോക്കിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്തോ. അടുത്തത് വെർണ പഴയ ഷേപ്പ് ഫ്ലൂഡിക് അല്ലേ? ഫ്ലൂഡിക് 11 ഫുൾ ഓപ്ഷൻ 6 എയർ ബാഗ് വരുന്ന ഫുൾ ഓപ്ഷൻ ഡീസൽ XXO ആണിത്. ഡീസൽ ആണ്. 11 ലാസ്റ്റ് ആണ്. നിലവില് റീപ്ലേസ് വണ്ടിയിലില്ല. 1.5 ഓടിയിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ആക്കാൻ വണ്ടി ക്ലീൻ ആക്കിയിട്ടില്ല, ഒന്ന് ക്ലീൻ ആക്കാണ്ട്. വണ്ടി നമ്മൾ ഇന്റീരിയർ വാഷും പോളിഷ് ഒക്കെ ചെയ്തിട്ടേ കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. ഈ കണ്ടീഷനിൽ ഒരിക്കലും കൊടുക്കില്ല. 11 ലാസ്റ്റ് അല്ലേ? ഏറ്റവും ടോപ്പ് 6 എയർ ബാഗ് വരുന്ന വണ്ടി. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഉണ്ട്. 1.5 ഓട്ടം കറക്റ്റ് ആണ്. മാനുവൽ വണ്ടിയാണ് കേട്ടോ. മാനുവൽ ആണ്. അതുപോലെ തന്നെ അലോയ് വീൽ, ടയർ നല്ല കട്ട ടയർ, ഒരു റീപ്ലേസ് ഇല്ല. വണ്ടി റീപ്ലേസ് ഇല്ല. അടിപൊളി നമ്പർ 20 ഫാൻസി നമ്പറുള്ള വണ്ടി. 3,20 കസ്റ്റമർ കൊടുക്കാം. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ. നമുക്ക് 2.25 എന്തായാലും കൺഫേം ലോൺ ചെയ്യാം. ഒരു 10-40 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ? 11 മോഡലാണ്. പക്ഷേ വണ്ടി വൃത്തിയുണ്ട്. നല്ല വേറെ മെക്കാനിക് ഒന്നും ചിന്തിക്കാല്ല. എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. ക്ലൈമറ്റ് കൺട്രോൾ, AC, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഓപ്ഷനും ഹിസ്റ്ററി ഉണ്ട്. കസ്റ്റമർക്ക് ധൈര്യം. അതായത് 3,20,000 രൂപ അല്ലേ? 20,000 രൂപ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും കുറച്ച് റേറ്റ് കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വണ്ടി കസ്റ്റമർ മടങ്ങി പോകില്ല, ഗ്യാരണ്ടി. അത് കൊടുത്തേ പറ്റുള്ളൂ. ആ വണ്ടി കസ്റ്റമർക്ക് ഒരു വണ്ടിക്ക് വരുന്ന കസ്റ്റമർ ആ വണ്ടി ആഗ്രഹിച്ചാണ് കിലോമീറ്റർ താണ്ടി നമ്മളെ വിശ്വാസം. വണ്ടി നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, കസ്റ്റമർ കൊടുക്കും. അതാണ് കേട്ടോ. അടുത്ത നല്ല അടിപൊളി ഒരു ടൊയോട്ടയുടെ 11 ലാസ്റ്റ് ഡിസംബർ വണ്ടി. കേരള വണ്ടിയാണ് അല്ലേ? ഇത് റീച്ച് ചെയ്ത വണ്ടി. 14 റീച്ച് ചെയ്ത വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഈ ഡോർ മാറിയിട്ട്, ഗ്ലാസ് മാറിയിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടയർ കണ്ടീഷൻ 90% ഉപയോഗിക്കാണ്ട്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വേറെ വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. ഓട്ടം 20 കിലോ 1.28. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കേരളത്തിൽ 10 കിലോമീറ്റർ 10 വർഷം കേരളത്തിൽ ഓടിയ വണ്ടിയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ 1.28 ജെനുവിനാണോ? നമ്മൾ ഹിസ്റ്ററി ആയതുകൊണ്ട് നമ്മൾ കൺഫേം പറയില്ല. ഒരിക്കലും വണ്ടി ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം കാണും. ഡൽഹിയിലൊക്കെ ബോംബെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ ഓക്കെയാണ് വണ്ടി. ഒരു 10 കൊല്ലമായിട്ട് വണ്ടി കേരളത്തിലുണ്ട്. ഈ ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉള്ളത്. നമുക്ക് 3.25 റേറ്റ് ഉദ്ദേശിക്കുന്നത്. അതിൽ 3.20 ഫൈനൽ കൊടുക്കാം. പുത്തൻ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാം. 2011 ലാസ്റ്റ് വണ്ടി, ഡീസൽ, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് കിട്ടും. 20-23 കിലോമീറ്റർ സെയിം വണ്ടി. ഇത് 16 ആണ്. 16 മോഡല്. 16 ലാസ്റ്റ് പക്കാ ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്ര ഓട്ടം?
1:13 ഓടിയിട്ടുണ്ട്. ഇത് റീച്ച് ചെയ്ത വണ്ടിയാണ്. ഇത് അവിടുത്തെ പ്രൈവറ്റ് വാഹനമാണ്. നമുക്ക് അറിയുന്ന ആളെ കൊണ്ടുപോകുന്നതായതുകൊണ്ട് നമ്മൾ കറക്റ്റ് പറയുന്നത്. ഇത് 1:13 രജിസ്റ്ററി ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 5.4 നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ്. ഫൈനൽ 5 ലക്ഷം രൂപ കൊടുക്കാം. 16 ലാസ്റ്റ് വാഹനം കൊടുക്കാം. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഉൾഭാഗമൊക്കെ പക്കാ നീറ്റ് കണ്ടീഷനാണ്. അടിപൊളി നമ്പറും കാര്യങ്ങളൊക്കെ. അപാകതയില്ല. വണ്ടി കസ്റ്റമർ 5 ലക്ഷം രൂപക്ക് 5 ലക്ഷം രൂപ മാക്സിമം ലോൺ കിട്ടും. പക്ഷേ കസ്റ്റമർ പ്രൊഫൈൽ കറക്റ്റ് ആണ്. കൺഫേം ആയിട്ട് 4 to 4.5 കൺഫേം ആയിട്ട് എന്തായാലും കൊടുക്കാം. ഇത് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഡസ്റ്റർ ആണെങ്കിലോ, ഡസ്റ്റർ 2019 രജിസ്റ്റർ 18 മോഡൽ 19 രജിസ്റ്റർ RX S. അതായത് അതിൽ നമുക്ക് 85 bhp ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവൽ. ആകെ 55,000 കിലോമീറ്റർ വണ്ടി ഓടി. ഷോറൂം കണ്ടീഷൻ വണ്ടി. നമുക്ക് ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ടച്ച് സ്ക്രീൻ, സബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 10-25,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറുണ്ട്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. 18 കിലോമീറ്റർ മൈലേജ് കിട്ടും ഡീസലില്. 18 to 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. കമ്പാരിറ്റീവ്ലി കംപ്ലൈന്റ് കുറച്ച് കുറവാണ്. കാരണം ഈ വാഹനത്തിന് നമുക്ക് 85 1 ടൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ടർ, പമ്പ്, നോസില്, ക്ലച്ച് ടൈറ്റ്, ഗിയർ ടൈറ്റ്, സ്റ്റാരിംഗ് ടൈറ്റ്, ഇത്രയും കംപ്ലൈന്റുകൾ 1 ടണ്ണിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കംപ്ലൈന്റ് വെൽ മെയിൻറ്റൈൻഡ്. അതെ, പ്രോപ്പർ ആയിട്ട് നമുക്ക് 10,000 സർവീസ് ചെയ്യണം. ഇപ്പൊ 48 സർവീസ് കഴിഞ്ഞു. 55 ഓടി. 8,50,000 ആണ് റേറ്റ്. 8.5 രൂപക്ക് കൊടുക്കാം നമുക്ക്. 8,50,000 ഫുൾ ലോൺ ചെയ്തു. 18 മോഡൽ 19 ഡീസൽ 85 RS S ആണ്. പിന്നെ 55,000 ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ. സംഭവം സെയിം ആയിട്ട് എല്ലാ സാധനവും വരും. അതെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഫുൾ ലോണിൽ എടുക്കാം. ഇനി XUV ആണെങ്കിലോ, ഇത് നമുക്ക് 2012 മാസം ലാസ്റ്റ് വണ്ടി. ഇത് റിയാണോ അതോ കേരള വണ്ടി? പക്കാ കേരള വണ്ടി. നല്ല വൃത്തിയുണ്ട്. W8 ആട്ടോ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ഇന്റീരിയറിലൊക്കെ അന്ന് വന്ന എല്ലാവിധ ഓപ്ഷൻസും ഉള്ള ഇത് XUV എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഇറക്കിയിട്ടുള്ളതാണ്. കാരണം 8 എയർ ബാഗ് അന്ന് കൊടുക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഒരു ഡിസ്കസും ഇല്ല. ടയർ പ്രഷർ വരെ നമുക്ക് അതിൽ മോണിറ്ററിൽ കാണിക്കാൻ പറ്റുന്ന അത്രയും ഫീച്ചേഴ്സ് വന്നിട്ടുള്ള വാഹനം. ഒരു റീപ്ലേസ് വണ്ടിയിലില്ല. അതാണ് ബെസ്റ്റ്. ഒരു പ്രശ്നമില്ല, റീപ്ലേസ് ഇല്ല. ഒരു ഹെഡ്ലൈറ്റ് പോലും മാറിയിട്ടില്ല. ഈ വാഹനം നമ്മൾ 5.60 റേറ്റ് ഉദ്ദേശിക്കുന്നത്. 5,20,000 രൂപ കൊടുക്കാം. 5,20,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 4.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. റീപ്ലേസ് ഉണ്ടെങ്കിൽ ഒരു പറയുന്ന വിലക്ക് ഈ വണ്ടി നമ്മൾ കൊടുക്കും. റീപ്ലേസ് ഗ്ലാസോ ഒന്നും മാറിയിട്ടില്ല. വെൽ മെയിൻറ്റൈൻഡ്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എല്ലാ വണ്ടി. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് ഷോറൂമിൽ നിന്ന് എന്ത് വണ്ടി എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് മാക്സിമം ചെക്ക്. ഒരാളും നമ്മൾ പറയുന്നത് വിശ്വസിക്കണ്ട. നമുക്ക് മാനുവലായിട്ട് ചെക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വണ്ടിയുടെ എല്ലാ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ്. എന്തെങ്കിലും ഒരു മൈനോട്ട് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പൊ ഇവര് മനുഷ്യരാണ് അല്ലെ. നമ്മളൊരു വണ്ടി തീർച്ചയായിട്ടും ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ ഒക്കെ ചേഞ്ച് ചെയ്യാം. 4 വീൽ അയച്ചിട്ട് ബ്രേക്ക് ഷൂകൾ ചേഞ്ച് ചെയ്യാം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മളിപ്പോ കുഴപ്പമില്ല, മഴകളൊക്കെ പെയ്തു. അതിന് തൊട്ട് മുന്നേ 2 മാസമൊക്കെ വണ്ടി എടുക്കുമ്പോൾ റേഡിയേറ്റർ മൊത്തം ക്ലീൻ ചെയ്തിട്ട് പുതിയ കൂളന്റ് ഒഴിക്കുക. ഇത് വണ്ടി എടുക്കുന്ന ഏത് കസ്റ്റമറും ചെയ്യേണ്ട മസ്റ്റായിട്ട് ചെയ്യേണ്ട. വണ്ടി എടുക്കുമ്പോൾ 10,000 രൂപ മസ്റ്റായിട്ട് കാണണം. കസ്റ്റമർ വരുന്ന നേരെ വണ്ടി എടുത്ത് ഊട്ടിക്കല്ല പോകണ്ടേ, വർക്ക്ഷോപ്പ് പോയി ഇതൊക്കെ ചെയ്യണം. അത് ഏതായാലും ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇപ്പൊ ഈ വാഹനമൊക്കെ പുതിയ വണ്ടി ഇതൊക്കെ അന്ന് ഇറങ്ങുമ്പോൾ 18 ലക്ഷം രൂപ വണ്ടി ഇന്ന് 5,20,000 രൂപക്കാണ് ഈ വണ്ടി കിട്ടുന്നത്. എത്ര ലക്ഷം രൂപയുടെ ഡിപ്രിസിയേഷൻ ആണ് വരുന്നുള്ളത്. അപ്പൊ 2 കോടിയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ മിനിമം 25 ലക്ഷം രൂപ വ്യത്യാസം. അതെ, ഇതിപ്പോ TUV ഏതാ? ഇത് T8 ഏറ്റവും ടോപ്പ് വേരിയന്റ്. മോഡലോ സിംഗിൾ ഓണർ 16 ലാസ്റ്റ്. നമുക്ക് ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാം വരും. എല്ലാ ഓപ്ഷനും അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, മിറർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. എല്ലാ ഓപ്ഷനും വരും. എയർ സീറ്റ് വെന്റിലേഷൻ അല്ല, മറ്റേ ക്രൂസ് കൺട്രോൾ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വാണിംഗും കാര്യങ്ങളൊക്കെ ഇറക്കം വരുന്ന വാഹനമാണ്. 4 പുത്തൻ ടയർ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും നമ്മള്. ഇൻഷുറൻസ് നിലവിൽ ഇപ്പോ പുതിയതാണ്. ഈ വാഹനം നമുക്ക് ഇത് 1 സംതിങ് ഓടി. ഡീസലാണ്. മൈലേജ് ഒരു 17 കിലോമീറ്റർ. 17 കിലോമീറ്റർ ആവറേജ് മൈലേജ്. കാരണം ഈ വാഹനത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മളെ മാരുതിയുടെ ഷിഫ്റ്റ് റിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇൻഷുറൻസ് അടിച്ച് കൊണ്ടെടുക്കാം. വേറെ 10,000 രൂപ ഇൻഷുറൻസ് വരില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു മെയിൻ്റെനൻസ്, ചെറിയൊരു ഫാമിലിക്ക് 7 സീറ്റ് വലിയൊരു വണ്ടി. അത്യാവശ്യം കംപ്ലൈന്റും കുറവാണ്.
കമ്പാരിറ്റീവ്ലി എക്സിവിനൊക്കെ സംബന്ധിച്ചാൽ കുറവാണ്. കാരണം റേറ്റ് വരുന്നത് 620 6 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 6 ലക്ഷം ഫുള്ള് ലോൺ ചെയ്തു, ഫുൾ ലോൺ ചെയ്യാം. അടിപൊളി. അതായത് ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് ലോൺ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോണിന്റെ കാര്യം പ്രൊമോട്ട് ചെയ്യാറില്ല. അതെ അതെ. അതിന്റെ വേറൊരു കേസ് കൂടി പറഞ്ഞു കേട്ടോ. ഒരുപാട് പേര് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ചെറിയ പൈസ കയ്യിൽ വെച്ച് നടക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് ലോണിന്റെ കാര്യം പറയുന്നത്. ഒരാളെ നിർബന്ധിക്കുന്നില്ല. റെഡി ക്യാഷ് എടുക്കുന്നതാണ് ഇവർക്കും താല്പര്യം. കാരണം നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രൊസീജിയർ തീർത്ത് തീർക്കാൻ കഴിയും. ഇന്ന് തന്നെ വണ്ടി എടുത്ത് കൊടുക്കാം. പക്ഷെ വണ്ടി മറ്റേ ലോണൊക്കെ ആകുമ്പോൾ 2 ദിവസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് ഒരു പ്രോഫിറ്റും കൂടുതൽ ഇതെല്ലാം റെഡി ക്യാഷ് 2 ദിവസം നമുക്ക് റോൾ ചെയ്യാൻ കിട്ടും. അതെ അതെ. വേറൊരു കാര്യം പറഞ്ഞാൽ കേട്ടോ, ഒരു 5 ലക്ഷം രൂപയൊക്കെ ലോൺ ഇട്ടാൽ വരുന്ന ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ചിന്തിക്കാൻ പറ്റുന്നതിന് മുകളിലായിരിക്കും. അതെ, നമ്മൾ ഏകദേശം നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കാൻ. എത്ര പെർസെന്റേജ് വരും? 7% വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ല പ്രീമിയം കസ്റ്റമർ ആണ് 6.9 വരെ നമുക്ക് ചെയ്യാം. മാക്സിമം 12 വരെ അല്ലേ പോകുള്ളൂ? മാക്സിമം 12 വരെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് വേറെ ഫിനാൻസ് മറ്റേ ചാത്തന്മാരായി. ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഒരിക്കലും നമ്മൾ കൊടുക്കൂല അല്ലേ? കാരണം നമുക്ക് ആ കസ്റ്റമർ പിന്നെ നമുക്ക് കിട്ടണം. അത് മാത്രല്ല, എന്തിനാണ് ആ വണ്ടി എടുത്തേന്നായി. അതെ അതെ. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 14 മോഡൽ. 14. ഇതും പക്ക കേരള വണ്ടി കേട്ടോ. മൊത്തം ഇത് വേറെ റീപ്ലേസ് അപാകതകളൊന്നുമില്ല. ഒരു 50% ടയർ ഉള്ളൂ. W8 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 14 ലാസ്റ്റ് ആണ്. വേറെ ഒരു വിഷയമില്ല, ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല വെൽ ഉൾഭാഗം ലെതർ സീറ്റ് കാര്യങ്ങള്, പിന്നെ അതിന്റെ ഓപ്ഷനുകൾ ഒന്നും പറയാനില്ല. അന്നത്തെ ടോപ്പ് വേരിയന്റ് ആകുമ്പോൾ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഇന്ന് ഫോർച്യൂണറിലും ക്രിസ്റ്റയിലും വരാത്ത ഓപ്ഷൻ വരെ ഇതിൽ വരുന്നുണ്ട്. അന്ന് വന്നിട്ടുണ്ട്. ഒരു റീപ്ലേസും ഇല്ല. 1.24 ഓടിയില്ല. ജെന്യൂൻ കിലോമീറ്റർ ആണ്. 14 വണ്ടി W8 എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 690 ഉദ്ദേശിക്കുന്നത്. 660 നമുക്ക് ഫൈനലാക്കി ചെയ്ത് കൊടുക്കാം. 30,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ പറയണം കേട്ടോ. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കണം നമുക്ക് കസ്റ്റമർക്ക്. പുത്തൻ ഇൻഷുറൻസ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നല്ലൊരു പൈസ വരില്ല. ഒരു 10-15 രൂപന്റെ അതും വരും. അതും നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം. നമുക്ക് ഈ വാഹനം നമുക്ക് 5.5 ലക്ഷം രൂപ കൺഫേം ആയിട്ട് ലോൺ ചെയ്യാം. കസ്റ്റമർക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ 1 lakhന്റെ താഴെ ഉണ്ടെങ്കിൽ വാഹനം ഇറക്കി 660 ചെയ്ത് കൊടുക്കാം. 690 ആസ്ക് ചെയ്യുന്നത്, 660 ചെയ്തു തരും. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തോളാം. നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. ഒരു കിടിലൻ ജീപ്പ് കോമ്പസ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് തൊട്ട് താഴെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇതില് ഫീച്ചേഴ്സുകളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽ, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് ഈ വാഹനം നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. ഈ ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പമ്പർ കാര്യങ്ങളൊന്നും വേറെ ഇതൊന്നും ഇടിയൊന്നും ഉള്ളൊക്കൊന്നും ഇതില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ബോണ്ട് റീപ്ലേസ് ആണ്. ഗ്ലാസ് മാറിയിട്ടില്ല. കസ്റ്റമർ ഹിസ്റ്ററി ഒക്കെ എടുത്ത് പോന്നോട്ടെ, ഇൻഷുറൻസിലും ക്ലെയിം എടുത്തോട്ടെ, വേറൊരു ബുദ്ധിമുട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL 42 9 നമ്പർ ആണ്. ഇതൊരു ഫിലിം ആർട്ടിസ്റ്റിന്റെ വണ്ടിയാണ്. അതെന്തായാലും ആയിക്കോട്ടെ. അത് നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ ഒന്നും നമ്മൾ കണക്കിലില്ല, മൈൻഡില്ല. ഈ വാഹനം നമുക്കുള്ള ഏറ്റവും കൂടുതൽ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും നല്ല വണ്ടി കുറഞ്ഞ പൈസക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. വണ്ടി നമ്മൾ ഒരു ഡോക്ടർ വണ്ടിയാണെങ്കിലും 1 രൂപ പോലും നമ്മൾ കൂടി വാങ്ങിക്കുകയോ ഒന്നും ചെയ്യില്ല. 17 മോഡൽ പറഞ്ഞാൽ 17 ലാസ്റ്റ് 1,17,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതുപോലെ തന്നെ മാനുവൽ ആണ്. ഡീസൽ 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. 2.0 ആണ് മൈലേജ് വരുന്നത്. ഇൻഷുറൻസ് 10 മാസം വരെ ഇൻഷുറൻസിന്റെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. ഈ വാഹനത്തില് 16 ലക്ഷം രൂപ വാല്യുവേഷൻ ഉണ്ട്. 13 ലക്ഷം രൂപ ലോൺ ചെയ്യാം. നമുക്ക് 10,90,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 10,90 ജീപ്പ് സിംഗിൾ ഓണർ കേരള വണ്ടി, ഫാൻസി നമ്പർ വാഹനം. അത് മോശമല്ല, അടിപൊളി റേറ്റ്. ഇത് നിങ്ങൾ ബോണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു പേടി മേടിക്കണം. അതല്ലാതെ ഒരു റീപ്ലേസ് ഇല്ല. കാര്യം പറയുന്ന ഒരിക്കലും തുറന്നു നോക്കുക. ഇതൊക്കെ നമുക്കിപ്പോ എല്ലാ കസ്റ്റമർക്കും ഇതൊന്നും അറിയില്ല. നമ്മൾ അത് മാറിയതാണോ കസ്റ്റമർ ചോദിക്കുന്നത്. നമ്മൾ അറിയുന്ന കേസാണ് നമ്മൾ അതല്ലാതെ പറയാണ്ട് കൊടുത്തതിൽ അർത്ഥമില്ല. എന്തായാലും ഒന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതിലാരും നല്ല പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് സന്തോഷം. അതിൽ റേറ്റ് കുറവുണ്ട്. അതിനനുസരിച്ച് 90 സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് വേറെ ഒരു റീപ്ലേസും ഇല്ല. ഫുൾ ഓണില് കൊണ്ടുപോകാം. ഈ ഡസ്റ്റർ ആണെങ്കിലോ 19 മോഡല് 19 RSZ 85 ഏറ്റവും ടോപ്പ് വെൽ മെയിൻറ്റൈൻഡ്. 68 സർവീസ് കഴിഞ്ഞു 70 സംതിങ് ഓടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ
ഡസ്റ്റർ, റെനോൾട്ടിന്റെ വണ്ടികൾ, നിസാന്റെ വണ്ടികളൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് ഡീസൽ ആണെങ്കിൽ ഈ വണ്ടിയിൽ 60 മേജർ സർവീസ് വരും. ബെൽറ്റ് അതെല്ലാവരും ഒന്നിലാണെന്ന വിചാരം. ഷോറൂം സർവീസ് ചെയ്യണമെങ്കിൽ 60 സർവീസ് ചെയ്യും. 60ന്റെ സർവീസ് 68 കഴിഞ്ഞു. ഇനിയുള്ളത് സർവീസ് ഇപ്പൊ 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണല്ലേ. ഒന്നും ചെയ്യണ്ട, വണ്ടി എടുത്ത കസ്റ്റമർ ഓട് എഞ്ചിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുത്തൻ വണ്ടിയുടെ അതേ കണ്ടീഷൻ. 19 ലാസ്റ്റ് 70,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയ വണ്ടി, അതും RX-8 ഏറ്റവും ടോപ്പ് വണ്ടി, 18 to 20 കിലോമീറ്റർ മൈലേജ്. ഇത് നമുക്ക് 9 ലക്ഷമാണ് ചോദിക്കുന്നത്. 890 നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്തു കൊടുക്കും. ഫുൾ ലോൺ അല്ലേ? പുതിയ ഇൻഷുറൻസ് ഫുൾ ലോൺ ഉറപ്പല്ലേ? അതെ. ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം 16.25 വില വന്നിട്ടുള്ള വാഹനമാണ്. നമുക്ക് ഈ ഒരു ഇതും കൂടി കാണിച്ചു കൊടുത്താലോ? ഫോർച്യൂണർ ഇത് നമ്മൾ ആകെ ഈ എപ്പിസോഡിലുള്ള ഒരു റീവണ്ടിയാണ്. ഇത് ഒറ്റ റീവണ്ടി നമ്മൾ അവിടെ 2 കാണിച്ചില്ലേ? അതെ, വലിയ വണ്ടി. മൂന്നാമത്തെ. ഇത് മോഡലോ? ഇത് 2013 മോഡല്. 13 മെയിൻ ക്ലാസ് റീപ്ലേസ്ഡ് ആണ് ഈ വണ്ടിയിൽ. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഇതിൽ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ 4 വീലാണോ 2 വീലാണോ? 2 വീൽ ഓട്ടോമാറ്റിക് 2 വീലാണ് വരുന്നത്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. നാട്ടിലും അവിടെയും ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഇപ്പൊ 170 ഓടിയിട്ടുണ്ട്. 170 ജെന്യുവൻ ആണ്. ഇതിന്റെ നമ്മൾ ഹിസ്റ്ററി ടൊയോട്ട ഓൾ ഇന്ത്യ ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്താൽ വണ്ടിയുടെ ചേസസ് നമ്പറും എഞ്ചിൻ നമ്പറും വെച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് വണ്ടി ഇറങ്ങി ടയോട്ടയിൽ കയറി ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി കിട്ടും അല്ലേ? അതായത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ മെയിൻ ക്ലാസ് മാറുന്ന പറഞ്ഞാല് കോമൺ ആണ്. അവിടുത്തെ കോമൺ ആയിട്ട് മാറുന്നത്. അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ട് മാറിയതല്ല. എന്താ വില? നമുക്ക് ഇവിടെ 13.75 കൊടുക്കാം. 13 മോഡൽ വണ്ടി 13.75 അല്ലേ? അതെ. എല്ലാം ഇവിടെ നമ്പറായി എല്ലാം. ഇത് ഇവിടെ വന്ന് നമ്പർ ആക്കണമെങ്കിൽ മിനിമം 2.5 ലക്ഷം രൂപ വരും. അന്ന് ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഉൾഭാഗവും കാര്യങ്ങളും കേരള വണ്ടിയുടെ ലുക്കും അതിന്റെ ഒരു വൃത്തിയും വാഹനത്തിലുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ RB മോട്ടോഴ്സിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകണം. ഇവിടുത്തെ എപ്പിസോഡ് അവസാനിക്കുന്നില്ല, വേറൊരു എപ്പിസോഡ് വരും, അത് കാണാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് ഏതാ എറ്റിയോസ്? 15-16 റിയ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ്. ഫുൾ കമ്പനി സർവീസ്. ഇത് പ്ലാറ്റിനം കാക്ക ഫുൾ 16 വരുന്ന ഓപ്ഷൻ ആണ്. പ്ലാറ്റിനം ഒക്കെ അന്ന് വരുന്നുണ്ട്. നമുക്ക് ഡുവൽ ടൂൺ ഒന്നും ചെയ്തിട്ടില്ല. ഡുവൽ ടൂൺ ഒന്നും ചെയ്തിട്ടില്ല. 16 GDSP, അതായത് എയർ ബാഗും ABS-ഉം കമ്പനി വരും. ടച്ച് സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയർ ഫ്രണ്ട് 90% ബാക്കിൽ ഒരു 50% ഉള്ളൂ. കുറവാണ്. വണ്ടി നല്ല വെൽ മെയിൻറ്റൈൻഡ്. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടി നല്ല വൃത്തിയാട്ടോ. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള വാഹനം. ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇത് മാറിയിട്ടുണ്ടോ? ഹെഡ്ലൈറ്റ് ഇത് കമ്പനി ഇത്ര വൃത്തിയൊക്കെ വണ്ടിന്റെ എങ്ങനെ കൊണ്ടുവരുന്ന ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് ബാക്ക് ടയർ ആവറേജ് ഉള്ളൂ, ഫ്രണ്ട് ടയർ. നമുക്ക് ഇൻഷുറൻസ് പുതിയത് ഇൻഷുറൻസ് 5.25 ലക്ഷം രൂപ. IDV കേരള വണ്ടിയാണ്. 5.25 ലക്ഷം രൂപക്ക് കൊടുക്കാം. 5.25 കൊടുക്കാം. 15-16 വണ്ടി കേട്ടോ. ഇത് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ. 1.5 ഓടി. ഫുൾ കമ്പനി സിംഗിൾ ഓണർ GDSP കേട്ടോ. അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 1.5 ലക്ഷം ഓടിയ വണ്ടി 5.5 ലക്ഷം രൂപ. ഓക്കെ. ഇനി ഈ i20 ആണെങ്കിലോ? i20 2013 സെക്കൻഡ് ഓണർ. 13 സെക്കൻഡ് ഓണർ. മാഗ്നയാണ്. AC 4 ഡോർ വിൻഡോ വരുന്ന വാഹനം. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളുണ്ട്. ടയർ ഓൾമോസ്റ്റ് കുറവാണ്. റീപ്ലേസ് വണ്ടിയിൽ ഒരു റീപ്ലേസും വണ്ടിയിൽ ഇല്ല നിലവിൽ. ഇത് ശരിക്കും ബട്ടൺ സ്റ്റാർട്ട് ഒന്നും വരില്ല. സെയിം നമുക്ക് ഇപ്പോ ഒരു VDA ഷിഫ്റ്റിലുള്ള എല്ലാ സാധനവും ഉണ്ട്. എക്സ്ട്രാ ടച്ച് സ്ക്രീൻ, റിവേഴ്സ്, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. കംഫർട്ട് ഉണ്ട്. യാത്രാ സ്റ്റെബിലിറ്റി നല്ല കൂടുതലാണ്. ഡീസൽ ആകുമ്പോൾ മൈലേജ് ഒരു 18 കിലോമീറ്റർ മൈലേജ്. 1.4 ലിറ്റർ ആണ്. ഇൻഷുറൻസ് തേർഡ് പാർട്ട് ആണ് ഇതിലുള്ള. ഈ പുത്തൻ ഇൻഷുറൻസ് 25 2-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. 1.25 ലക്ഷം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. ഓടിയിട്ടുണ്ട്. നമുക്ക് ഈ വാഹനം 2.90 വണ്ടി കൊടുക്കും. 2013 ലാസ്റ്റ് 2.90 2.25 ലോൺ ചെയ്യും. 15,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു i20 ഡീസൽ മാക്സിമം നമുക്ക് കൊടുക്കും. കസ്റ്റമർ ഡയറക്റ്റ് വരട്ടെ, അവർക്ക് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വന്ന് കാണുക, അത് കഴിഞ്ഞിട്ട് വർത്താനം. അതെ അതെ. ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ കമന്റ് ഇടാവുള്ളൂ. അത്ര തീർച്ചയായിട്ടും. അതെ. ഇനി ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി എല്ലാവരുടെയും എന്നും ഏറ്റവും പ്രിയപ്പെട്ട പോളോ 2017 വണ്ടി. 17 ലാസ്റ്റ് വാഹനം. ഡീസൽ 1.5 ഡീസൽ. 4 സിലിണ്ടർ ആണ് വരിക. 1.2 ആവുമ്പോൾ 3 സിലിണ്ടർ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് 1.5-നാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊരു കൊച്ചു മിസൈലാണ്. കാരണം വണ്ടി നമ്മൾ മനസ്സുദ്ദേശിച്ച സ്ഥലത്ത് വണ്ടി എത്തിക്കാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് വണ്ടിയാണ്.
സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. ഇന്റീരിയർ നല്ല വൃത്തിക്ക് സീറ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൈലൈൻ ആണ്, ഹൈലൈൻ. എല്ലാ ഓപ്ഷനും ഉണ്ടാവും. എല്ലാ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റാരിംഗ്, എല്ലാ ഓപ്ഷനും വരും. വണ്ടി ടയർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ 90% ടയറും ഉണ്ട്. ഇൻഷുറൻസ് 10 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. 17 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. 6.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 6.25 ഈ വാഹനം കൊടുക്കാൻ പറ്റും. ഇത് ഫുള്ള് ലോൺ ചെയ്തു 1.25 ഓടി പക്ക വണ്ടി. ആകെപ്പാടെ ഒരു പ്രശ്നം ടർബോയും ഇഞ്ചക്ടറും ആണ്. ഇത് രണ്ടും ആണല്ലോ അല്ലെ. വണ്ടി എന്നാൽ കാല് കൊടുത്ത വണ്ടി നമ്മൾ കരുതി ഉദ്ദേശിച്ചത് എത്തിക്കാൻ പറ്റും. അത് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം. വെറുതെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഇറിറ്റേറ്റഡ് ആവും. ഇത് ഏറ്റവും കൂടുതൽ പെർഫോമൻസിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ വണ്ടിയാണിത്. മൈലേജ് ഒരു 18 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം പ്രീമിയം സെറ്റപ്പിൽ കൊണ്ടുനടക്കാനും പറ്റും. നല്ല വൃത്തിയുള്ള റെഡ് എന്ന് പറഞ്ഞാൽ പോളോയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള, പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്തായാലും 17 വണ്ടി 6,25,000 അല്ലേ. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റില്ല. റേറ്റ് ഇനിയും കുറച്ചിട്ട് കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. കസ്റ്റമർ വണ്ടി പറ്റി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഹിസ്റ്ററി എടുത്തോട്ടെ. ഫാൻസി നമ്പറാണ്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, എല്ലാം ഹൈലൈൻ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ റെഡി ആയിട്ട് വരിക. കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നു വിട്ടിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറെ വണ്ടികൾ ഇപ്പൊ നമ്മളൊരു 10-15 മേലെ കാണിച്ചു. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 2 വാട്സ്ആപ്പ് നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്. മൊത്തം വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ശരി, ഇനി അതിന്റെ പുറമെ നിങ്ങൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ വിളിച്ചോളൂ, വന്നോളൂ, കണ്ടോളൂ, ധൈര്യപ്പെട്ടില്ലേ. മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമുക്ക് 750 സിബിൽ സ്കോറിന്റെ മുകളിലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് പെർ ലാക്കിന് 2,250 രൂപ EMI നമുക്ക് കൊടുക്കാൻ പറ്റും. വേറൊരാളും ചെയ്താൽ നിങ്ങൾക്ക് വേറെ എവിടെയും അന്വേഷിച്ചോളൂ. 1 ലക്ഷം രൂപക്ക് 2,250 രൂപക്ക് നമുക്ക് EMI കൊടുക്കാൻ പറ്റും. അതായത് 750 മേലെ സിബിൽ സ്കോർ ഉള്ളവർക്കാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് 2 ദിവസം കഴിയുമ്പോൾ വരും. അത് കാണാൻ മറക്കണ്ട. വേറെ കിടിലം കുറെ വണ്ടികളുണ്ട്, വലിയ വണ്ടികളുണ്ട്. ആ ഒരു എപ്പിസോഡ് കാണുന്നവരല്ലേ. എന്നാ പിന്നെ ശരി.